സമാധി പൊളിക്കുന്നതിനെതിരെ കുടുംബം ഇന്ന് കോടതിയെ സമീപിച്ചേക്കും. വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുകയാണ്. രശ്മി, ഈ സമാധി പൊളിക്കുന്നതിനെതിരെ കുടുംബം കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യം ഇന്നുണ്ട്. ഒപ്പം ഭരണതലത്തിൽ ഈ വിഷയത്തോട് സർക്കാരും പോലീസും എടുക്കുന്ന നടപടികൾ എന്തെല്ലാമാണ്? നീലിമ, കുടുംബം ഇന്ന് കോടതിയെ സമീപിക്കുമെന്നുള്ളതാണ് നമ്മളോട് അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ സമാധിക്ക് മുന്നിലാണ് ഉള്ളത്. കുടുംബം ഇന്ന് ഒരു 11:30 കോടതിയെ സമീപിക്കുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. കുടുംബം ഇപ്പോൾ നിലവിൽ പ്രതികരിക്കാനൊന്നും തന്നെ അവർ തയ്യാറായിട്ടില്ല. കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ജില്ലാ ഭരണകൂടവും പോലീസിന്റെ നേതൃത്വത്തിലും സമാധി പൊളിക്കുന്നതിന് ഇവിടേക്ക് എത്തിയ സമയത്ത് വലിയ രീതിയിൽ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും ഒരു പ്രതിഷേധമുണ്ടാകുന്ന സാഹചര്യം ഒക്കെ നിലനിന്നിരുന്നു. പിന്നീട് അതിന് പിന്നാലെയാണ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ മറ്റ് സംഘടനകളും കുടുംബവും ഒക്കെ ചേർന്നിരുന്ന് ഒരു ചർച്ച നടത്തിയത്. ആ ചർച്ചയ്ക്ക് പിന്നാലെ ഇപ്പോൾ ഇവർ ആവശ്യപ്പെടുന്നത് ഇത്തരത്തിൽ ഇങ്ങനെ സമാധിയാവുകയാണെങ്കിൽ ഇതിനൊരു 41 ദിവസത്തെ പൂജയും മറ്റ് ചടങ്ങുകളും നടത്തേണ്ടതുണ്ട്. അപ്പോൾ ആ 41 ദിവസം ഇത് പൊളിക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഈ കുടുംബം പറയുന്ന ഒരു കാര്യം. ഏതായാലും ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരിക്കും ഈ കോടതിയെ ഇന്ന് 11:30 കുടുംബം സമീപിക്കുക എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും ഈ കളക്ടറാണിത് പൊളിക്കാനുള്ളൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ആഡിയോ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് എന്ന് പൊളിക്കുമെന്നത് സംബന്ധിച്ചൊരു നോട്ടീസ് നൽകുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസം ഈ ചർച്ചയ്ക്ക് ശേഷം ഈ നോട്ടീസ് നൽകുമെന്നുള്ളൊരു കാര്യം അറിയിച്ചെങ്കിലും ഇതുവരെയും ആ നോട്ടീസ് ഈ കുടുംബത്തിന് ലഭിച്ചിട്ടില്ല. ഏതായാലും ആ നോട്ടീസ് നൽകിയതിന് ശേഷം ദിവസവും സമയമൊക്കെ അറിയിച്ചതിന് ശേഷമായിരിക്കും ഇത് തുറക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഇത്തരത്തിലൊരു ക്രമസമാധാന പ്രശ്നം കൂടി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ പോലീസ് പറയുന്ന ഒരു കാര്യം, ഇത്തരത്തിൽ ഇതിൽ എന്തെങ്കിലും തരത്തിലൊരു ദുരൂഹതയുണ്ടോ എന്നുള്ളതാണ്. അതായത് സമീപവാസി തന്നെയാണ് ഒരു പരാതിയുമായി മുന്നോട്ട് വന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ കൊലപ്പെടുത്തിയോ അല്ലെങ്കിൽ അല്ലാതെയാണോ, എന്താണ് സംഭവം എന്നുള്ള ആ ഒരു ദുരൂഹത നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിന്റെ ദുരൂഹത മാറ്റണം എന്നുള്ളതാണ് ഈ ഒരു നാട്ടുകാരിൽ ചിലർ പറയുന്നു. അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടവും പോലീസും പറയുന്നതിൽ നിയമപരമായിട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ്. പക്ഷേ മറുവശത്ത് കുടുംബം പറയുന്ന ഒരു കാര്യം, 48 ദിവസത്തെ പൂജകളും മറ്റു കാര്യങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ആചാര ലംഘനമാണ്, ഇത് പൊളിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് കുടുംബം പറയുന്ന ഒരു കാര്യം. എന്തായാലും നിലവിൽ ഇപ്പോൾ ജില്ലാ ഭരണകൂടം നോട്ടീസ് നൽകും എന്നുള്ള കാര്യം അറിയിച്ചെങ്കിലും ഇതുവരെ നോട്ടീസ് ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. ഇന്ന് 11:30 കുടുംബം കോടതിയെ സമീപിക്കും. ഇത്തരത്തിൽ ഈ മരിക്കുന്നതിന് ഇടയായിട്ടുള്ള, അതായത് സമാധിയായിട്ടുള്ള സാഹചര്യം, അതോടൊപ്പം തന്നെ ഈ 41 ദിവസത്തെ മറ്റ് ചടങ്ങുകൾ നടത്തേണ്ടതുണ്ട്, അതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരിക്കും കുടുംബം കോടതിയെ സമീപിക്കുക എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നൊരു കാര്യം. സാധാരണയായി ദിവസങ്ങളിൽ പ്രതികരണം തേടുമ്പോൾ കുടുംബം പ്രതികരിക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഇന്ന് മറ്റൊരു കാര്യങ്ങളും സംസാരിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് ഈ ഗോപൻ സ്വാമിയുടെ മക്കൾ പറഞ്ഞിരിക്കുന്നത്. അവർ പറയുന്നത് കോടതിയെ സമീപിക്കും, മറ്റ് നടപടികളുമായി മുന്നോട്ട് പോകും. ഇപ്പോൾ തൽക്കാലം മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ് കുടുംബം അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഇത്തരത്തിലാണ് രണ്ട് കൂട്ടരുടെയും നിലപാട്, കുടുംബത്തിന്റെയും ഒപ്പം തന്നെ ജില്ലാ ഭരണകൂടത്തിന്റെയും. ഏതായാലും ജില്ലാ ഭരണകൂടത്തിന് നോട്ടീസ് ഉൾപ്പെടെ. രശ്മി കാർത്തിക, നെയ്യാറ്റിൻകരയിലെ സമാധി പൊളിക്കുന്നതിനെതിരായ കുടുംബം ഇന്ന് കോടതിയെ സമീപിക്കുകയാണ്. നിയമ നടപടികളിലേക്ക് പോകുകയാണ് നെയ്യാറ്റിൻകരയിലെ സമാധി പ്രശ്നം.